ഹലോ, ഇറ്റ്സ് മീ സാല ഷഹി. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സൂപ്പർ ബോട്ടത്തിൻ്റെ ക്ലോത്ത് ടൈപ്പറിൻ്റെ റിവ്യൂ ആയിട്ടാണ് വന്നത്. എൻ്റെ മോൻക്ക് വാങ്ങിച്ചതാണ്. ഫസ്റ്റ് ഇത് ബേസിക്കാണ്, ഇതിൻ്റെ ബേസിക്കാണ് വാങ്ങിച്ചത്. 600 രൂപക്ക് രണ്ടെണ്ണമാണ്. ഇങ്ങനത്തെ രണ്ട് ക്ലോത്ത് ഇതിൻ്റെ അകത്ത് വരുന്ന രണ്ടെണ്ണമാണ് വാങ്ങിച്ചത്. ഇതാണ് സംഭവം, രണ്ടെണ്ണം. പക്ഷെ ഇതൊരു ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. ഈ 3 months മുതൽ ഇത് യൂസ് ചെയ്യാൻ പറ്റും. ഞാനിത് എൻ്റെ മോനിക്ക് 2 മാസമായാലും തന്നെ വാങ്ങിച്ചിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇത് ഇവിടെ ഇങ്ങനെ ബട്ടൺസ് വരുന്നുണ്ട്, അപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയാണ് ഇത്. 600 രൂപക്ക് രണ്ടെണ്ണം. ഇത് നല്ലതാണ്, യൂസ് ചെയ്യാൻ നല്ലതാണ്. പിന്നെ രണ്ട് പീസൊക്കെ ആകുമ്പോഴേക്ക് ഇത് ലീക്ക് ആവുന്നുണ്ട്. ഹോൾഡ് ചെയ്യാൻ ബെറ്ററാണ്. അതിന് ശേഷം പിന്നെ ഒരു പറ്റുന്നില്ല, ലീക്ക് ആവുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇത് ചേഞ്ച് ചെയ്യേണ്ടി വരും. അതായത് ഇതിങ്ങനെ വരുന്നത്, ഇതിൻ്റെ പുതിയ വേർഷൻ വന്നിട്ടുണ്ട്, അതും ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. ഡ്രിമ്മസ്റ്റ് ആയിട്ടുള്ളത്. ഇത് കുറച്ചിങ്ങനെ ഹെവി ആയിട്ട് ഫീൽ ചെയ്യും. ഹെവി ആയിട്ട് ഫീൽ ചെയ്യുന്നത് ഈ ഒരു ഇതിൻ്റെ ഷേപ്പ് നോക്കറ. ഇത് സംഭവം ഇതാണ് പുതിയ വേർഷൻ വന്നത്. വ്യത്യാസം എന്ന് വെച്ചാൽ ഇതിങ്ങനെ ഇതിൻ്റെ ആ ഒരു കട്ടിങ് ഒക്കെ കണ്ടോ. ഇട്ട് കഴിഞ്ഞാൽ ഇതാണ് നല്ല കംഫർട്ടായിട്ടുള്ളത്. പക്ഷെ ഇത് കുറച്ച് എക്സ്പെൻസീവ് ആണ്. ഇത് 600 രൂപക്ക് രണ്ടെണ്ണം കിട്ടുന്നുണ്ടെങ്കിൽ ഇത് 800-850 ആ ഒരു റേറ്റൊക്കെ വരുന്നുണ്ട് ഒരു പീസിന് തന്നെ, ഒരു ഡയപ്പറിന്. റിമസ്റ്റ് ആയിട്ട് വരുന്നത്. ഇതിൻ്റെ കൂടെ വരുന്നത് ഈ ഒരു ക്ലോത്ത് ആണ്. ഇതിൽ കൊടുത്തിട്ടുള്ളത് ഇതിൻ്റെ കൂടെ ബൂസ്റ്റർ എന്ന് പറഞ്ഞ ഈ ഒരു സംഭവം കൂടി വെച്ച് കഴിഞ്ഞാൽ 12 മണിക്കൂർ ലാസ്റ്റ് ചെയ്യുമെന്നാണ് പറയുന്നത്. 12 മണിക്കൂർ വരെ യൂറിൻ ഇത് എന്താണ് ലീക്കാവാതെ ഹോൾഡ് ചെയ്യുന്ന ഇതിൽ കൊടുത്തിട്ടുള്ളത്. പക്ഷേ 12 മണിക്കൂറൊന്നും വെക്കുന്നത് കുട്ടികൾക്ക് നല്ലതല്ല. അതുകൊണ്ട് തന്നെ അത് ഡിസ്പോസിബിൾ ആയാലും ഏതായാലും വെക്കുന്നത് നല്ലതല്ല. അപ്പോൾ എന്താണ് പെട്ടെന്ന് ചേഞ്ച് ചെയ്യുക. അതായത് ഒരു മാക്സിമം പോയാൽ ഒരു 4 hours വരെ വെക്കാൻ പറ്റും. അതിൽ കൂടുതൽ വെക്കാൻ പറ്റില്ല, നല്ലതല്ല. പക്ഷെ ലീക്കാവൊന്നുമില്ല. ഞാനിപ്പോൾ രാത്രി ഇവൻക്ക് വെച്ചിട്ടാണെങ്കിൽ ഈ ഒരു സംഭവം നൈറ്റിൽ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു സംഭവം ഇതിൻ്റെ കൂടെ ഇതിൻ്റെ അകത്ത് വെച്ചിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ അകത്ത് ഇങ്ങനെ വെച്ചിട്ട് അതിലോട്ട് ഇങ്ങനെ ഇവിടെ ഒരു ബട്ടൺ വരുന്നുണ്ട്. അതിനോട് ഇങ്ങനെ അറ്റാച്ച് ചെയ്തിട്ട് ഇങ്ങനെയാണ് വെക്കുന്നത്. അപ്പോൾ ഇത് രാത്രിയിൽ യൂസ് ചെയ്ത് രാവിലെ വരെ വെച്ച് കഴിഞ്ഞാൽ ഇത് ലീക്കാവുന്നൊന്നുമില്ല, നല്ലതാണ്. പിന്നെ ഒരു പ്രോബ്ലം പറയാനുള്ളത്, ഇതിൻ്റെ അകത്ത് ഇത് വെച്ചിട്ട് നൈറ്റിൽ യൂസ് ചെയ്യുന്ന ടൈം ഇത് ഭയങ്കര ഹെവി ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. കുട്ടികൾക്ക് അത് ബുദ്ധിമുട്ടാൻ ചാൻസ് ഉണ്ട്. അതായത് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ഭയങ്കര കാലിങ്ങനെ വരുമ്പോൾ 2 സൈഡിൽ ഇങ്ങനെ ഒരു ഭയങ്കരമായിട്ട് ഇങ്ങനെ ഒരു ഗ്യാപ്പ് വരുന്ന പോലെ ഫീൽ ചെയ്തിട്ടുണ്ട്. ഭയങ്കര ഹെവി ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. പിന്നെന്താണ് ഞാനിപ്പോൾ ഇതിങ്ങനെ യൂസ് ചെയ്യുന്നില്ല. രാത്രിയിൽ ഇപ്പോൾ ഡിസ്പോസിബിൾ ആണ്. ഇത് വാങ്ങിച്ച പാട് ഫസ്റ്റ് ഒരു 1 week ആ ഒരു ടൈം യൂസ് ചെയ്തിട്ടുണ്ടായിന് ആ ഒരു സംഭവം വെച്ചിട്ട് നൈറ്റിൽ. പക്ഷേ ഇതെനിക്ക് അത്ര കുട്ടികൾക്ക് കംഫർട്ടായിട്ട് തോന്നിയില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഡിസ്പോസിബിൾ ആണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഡിസ്പോസിബിൾ തന്നെയാണ് രാത്രി ബെറ്ററായിട്ട് എനിക്ക് തോന്നിയത്. 2 മാസമുള്ള പ്രായത്തിലാണ് ഇത് വാങ്ങിച്ചത്. പക്ഷെ ഇതൊക്കെ വാങ്ങിച്ചിട്ട് എനിക്കിത് ലീക്ക് ആവുന്നതുകൊണ്ട് തന്നെ അധികം ടൈം ഹോൾഡ് ചെയ്ത് നിൽക്കാത്തതുകൊണ്ട് തന്നെയാണ് പിന്നെ ഇതുകൂടെ ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് വാങ്ങിച്ചത്. പക്ഷെ എനിക്ക് ഇത് വാങ്ങിച്ചിട്ട് നല്ല അടിപൊളി സംഭവമാണ്. ഡ്രിമ്മസ്റ്റ് ആയതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ഭയങ്കര ഹെവി ആയിട്ട് ഫീൽ ചെയ്യൂല. പുറത്തു പോകുകയാണെങ്കിൽ യൂസ് ചെയ്യാം. പക്ഷെ ഞാൻ ഉപയോഗിക്കുന്നൊന്നുമില്ല. ഇതിൻ്റെ പുറത്ത് പാൻസ് ഒന്നും വേണ്ടി വരില്ല. വീട്ടിൽ നിന്നാവുമ്പോൾ ഇതന്നെ കാണാൻ നല്ല ഭംഗിയില്ല. നല്ല ഒരുപാട് ഇതിൻ്റെ ഷെയ്ഡ്സ് ഉണ്ട്. ഇതിൻ്റെ 2 എണ്ണമാണ്. ഞാനിത് വാങ്ങിച്ചത് ഒരു കോംബോ ആയിട്ടാണ്. അതായത് ഈ ഒരു 2 സംഭവം, ഈ 2 ഇതും ഇതിൻ്റെ കൂടെ ഇത് 2 എണ്ണം ഇതിൻ്റെ അകത്ത് വെക്കുന്ന പാഡാണിത്. പിന്നെ ഇതിലുള്ളത് ഇതിൻ്റെ പുറത്ത് വരുന്നത് സ്കിന്നോട്ട് അറ്റാച്ച് ആയിട്ട് വരുന്ന ആ ഒരു വശം ഒട്ടും ഇത് വെറ്റാവില്ല. നല്ല ഡ്രൈ ആയിട്ടുള്ള സ്കിന്നിനൊന്നും ദോഷമായിട്ടൊന്നും വരില്ല. നല്ലതാണ്. ഇൻഫെക്ഷനോ കാര്യങ്ങളോ ഇറിറ്റേഷനോ ഒന്നും ഉണ്ടാവില്ല. നല്ല എത്ര ടൈം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഡ്രൈ ആയിട്ട് തന്നെ ഉണ്ടാവും. പക്ഷേ കുറേ ടൈം യൂറിലെല്ലാം ഇങ്ങനെ ആ ഒരു ഇതിൽ തന്നെ വെക്കുമ്പോൾ മോശമാണ്. അപ്പോൾ അങ്ങനെ വെക്കാൻ പാടില്ല എന്നേ ഉള്ളൂ. അത്യാവശ്യം രാത്രി ഉപയോഗിക്കുന്നതുകൊണ്ട് പ്രശ്നമില്ല. പിന്നെ കൂടുതൽ അതിൽ തന്നെ വെക്കാണ്ട് ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മതി. പാഡ് മാത്രം എക്സ്ട്രാ വാങ്ങിച്ചാലും മതിയാവും. ഞാൻ വാങ്ങിച്ചതിൽ ഇതിൽ രണ്ട് ഇതും കോംബോ എന്ന് പറയുന്നത് 1600 രൂപയാണ്. ഇത് 2 എണ്ണം, പിന്നെ കൂടെ ഈ പാഡ് 2 എണ്ണം, പിന്നെ ഈ ഒരു പാഡ് അതായത് നൈറ്റിൽ മാത്രം യൂസ് ചെയ്യുന്ന അതിൻ്റെ അകത്ത് വെക്കുന്ന സംഭവമാണിത്. ഇതിൻ്റെ പേര് ഹെവി വെറ്റർ ബൂസ്റ്റർ പാഡ് എന്നാണ്. ഹെവി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ അതിൻ്റെ കൂടെ ഉള്ളത് ഇത് 2 എണ്ണം. ഇത് ബൂസ്റ്റർ പാഡ് നോർമൽ, ഇത് രാവിലെ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും.
ഇത് മാത്രമല്ല, ഇതിൻ്റെ കൂടെ ഒരു 3 ഷീറ്റും കൂടി വേറൊരു ടൈപ്പ് വരുന്നുണ്ട്. അതായത് ടോപ്പ് ക്ലീൻ ഷീറ്റ് എന്നാ പറയല്. പെട്ടെന്ന് എളുപ്പത്തിൽ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഈ ഒരു സംഭവം ഇതിൻ്റെ മുകളിൽ വെക്കുന്നതാണ്. അതായത് വാഷ് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട്, പൂപ്പ് ചെയ്താലൊക്കെ എളുപ്പത്തിൽ വാഷ് ചെയ്യാൻ പറ്റും. ഇതിനൊന്നും കറ പിടിക്കൊന്നുമില്ല. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ വെച്ചിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഫോൾഡ് ഇതാക്കിയാൽ മതി. ഇങ്ങനെ വെച്ചാലും മതി. അല്ല ഡയറക്റ്റ് അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ പുറത്തോട്ടേക്ക് ഇങ്ങനെ ഇതുണ്ടോ, ഇങ്ങനെ പുറത്തോട്ടേക്കാണ് ഈ ഗ്രീൻ ഷീറ്റ് വരുന്നത്. ഇതിൻ്റെ 3 കളേഴ്സിൽ വരുന്നുണ്ട്. ഇതിൻ്റെ കൂടെ ഈ കോംബോയിൽ ഉണ്ടായതാണ് 3 കളറ്. ഒന്ന് ഇത് പിന്നെ ഒരു യെല്ലോ കളർ ഉണ്ട്, അതിപ്പോൾ യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ പ്രത്യേകിച്ച് ഇതിന് കറ പിടിക്കുന്നൊന്നുമില്ല കേട്ടോ. ഡയറക്റ്റ് ഇത് മാത്രം യൂസ് ചെയ്താലും കുറച്ച് ക്ലീൻ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. എന്നാലും എളുപ്പമാണ്. ഞാൻ ആദ്യമൊക്കെ ഇത് വെക്കാറില്ല. 3 months മുതൽ ഇത് വെച്ചിട്ടില്ല. യൂറിൻ പാസ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ആ ഒരു സ്ഥലത്ത് മാത്രം കുറച്ചൊരു കളർ ചേഞ്ച് വരും. ഇതിപ്പോൾ 6 മാസം കഴിഞ്ഞാൽ ഒരു 6 മാസം വരെ യൂസ് ചെയ്തിട്ടതിന് ശേഷം ഇത് ക്ലോറക്സോ അങ്ങനെ എന്തെങ്കിലും ഹെവി ആയിട്ടില്ല ക്ലീൻ ചെയ്യുന്ന എന്തെങ്കിലും സംഭവിച്ചിട്ട് ഞാൻ ഉപയോഗിച്ചത് ഇപ്പോൾ 6 മാസമായിട്ട് ഇപ്പോൾ ക്ലീൻ ചെയ്തിട്ടുണ്ടായിന്. അതായത് ക്ലോറക്സ് യൂസ് ചെയ്തിട്ട്. അപ്പോൾ അങ്ങനെ ചെയ്യാം. പിന്നെ ചൂടുവെള്ളത്തിൽ മന്ത്ലി ചൂടുവെള്ളത്തിൽ വാഷ് ചെയ്യണം, അത്രയൊക്കെ ഉള്ളൂ. പിന്നെ ഡിസ്പോസിബിള് നമ്മളിപ്പോൾ ഡിസ്പോസ് ചെയ്യാൻ ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട്. കത്തിച്ചൂടാന്നൊക്കെ പറയുന്നുണ്ട്, പ്ലാസ്റ്റിക് ആയതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച്. പിന്നെ കത്തിക്കാനായതുകൊണ്ട് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഏറ്റവും നല്ലത് ഇങ്ങനെ ക്ലോത്ത് ഡയപ്പർ യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇപ്പോൾ ഞാൻ സ്ഥിരമായിട്ട് ഇത് തന്നെയാണ് യൂസ് ചെയ്യാറ്. രാത്രി മാത്രം. പിന്നെ പുറത്ത് പോകുമ്പോൾ അങ്ങനെയും ഡിസ്പോസിബിൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇത് എനിക്ക് ഏറ്റവും നല്ലതായിട്ട് തോന്നിയത്. പിന്നെ രണ്ടും യൂസ് ചെയ്യുന്നുണ്ട്. വാങ്ങുമ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഈ ഒരു റേറ്റ് നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഈ ഒരു റേറ്റിൽ തന്നെ ഫുള്ള് വാങ്ങിക്കാം. പിന്നെ ഒരു 4 പീസൊക്കെ വാങ്ങിച്ചാൽ മതിയാവും. അല്ലെങ്കിൽ ഇതും രണ്ടും കൂടി വാങ്ങിച്ചാൽ മതി. 600 രൂപക്ക് 2 എണ്ണം കിട്ടും. ഇത് കോംബോ ആയിട്ട് വാങ്ങിച്ചതാണ് ഈ ഒരു സംഭവമൊക്കെ. പിന്നെ കോംബോ ആയിട്ട് വാങ്ങിച്ചാലായിരിക്കും നല്ലത്. ഇതും കോംബോ ആയിട്ട് വാങ്ങിക്കുക. പിന്നെ ഈ 2 പീസും കൂടി വാങ്ങിച്ചാൽ ഈ ഒരു സംഭവം ഞാൻ രാവിലെ യൂസ് ചെയ്യുന്നില്ല. അതായത് ബൂസ്റ്റർ പാഡാണിത്. ബൂസ്റ്റർ പാഡ് യൂസ് ചെയ്യുന്നത് ഈ ബേസിക് പെട്ടെന്ന് ലീക്ക് ആവുന്നുണ്ട്. അതായത് ഒരു 2 പീസൊക്കെ കഴിഞ്ഞാൽ ലീക്ക് ആവുന്നുണ്ട്. അപ്പോൾ ഇതും കൂടി വെച്ച് കഴിഞ്ഞാൽ ഒരു 2 അല്ലെങ്കിൽ 3 hours ലാസ്റ്റ് ചെയ്യും. 3 hours ലാസ്റ്റ് ചെയ്യും. അപ്പോൾ 3 hours അത്രയും ഞാൻ വെക്കാറില്ല. അതിൽ കൂടുതൽ വെച്ചിട്ടില്ല. 3 hours കഴിഞ്ഞാൽ ചേഞ്ച് ചെയ്യാറാണ്. പിന്നെ മഴൻ്റെ സമയത്തൊക്കെ ഇത് ഇങ്ങനെ ഒരു ടൈപ്പ് ഫോൾഡ് ചെയ്യുന്നതായതുകൊണ്ട് തന്നെ ചിലത് ഇങ്ങനൊരു ടൈപ്പിൽ തന്നെ സ്റ്റിച്ച് ചെയ്തിട്ട് തന്നെ ഇങ്ങനെ വരുന്നില്ല. അപ്പോൾ കുറച്ചുകൂടി വാഷ് ചെയ്യുമ്പോൾ ഉണങ്ങാൻ കുറച്ചുകൂടി ബുദ്ധിമുട്ടായിരിക്കും. ഇത് അത്രക്കോട്ടൊന്നും ഇല്ല. എന്നാലും എനിക്ക് ചില ടൈം ഉണങ്ങി കിട്ടാറില്ല. എന്നാൽ അപ്പോൾ ഡിസ്പോസൽ യൂസ് ചെയ്യും. ഇത് യൂനോ ക്ലോത്തിനേക്കാളും കുറച്ചും കൂടി കട്ടി കുറഞ്ഞതാണ്. അതുകൊണ്ടാണ് കുറേ ടൈം വെക്കാൻ പറ്റാത്തത്. ഹോൾഡ് ചെയ്യുന്നില്ല. ഒരു 2 hours ഒക്കെ ലാസ്റ്റ് ചെയ്യുന്നുള്ളൂ. പിന്നെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ രണ്ടും കൂടി വാങ്ങിച്ചാൽ നല്ലതാവും. അപ്പോൾ മാറ്റി മാറ്റി യൂസ് ചെയ്യാമല്ലോ. ഇത് യൂസ് ചെയ്യുന്ന ടൈം ഇതിൻ്റെ ക്ലോത്തിൻ്റെ കൂടെ ബൂസ്റ്റർ വെച്ചാൽ മതിയാവും. ഇടയ്ക്ക് ഞാൻ ഇത് നൈറ്റിൽ യൂസ് ചെയ്യാത്തതുകൊണ്ട് തന്നെ ഈ ബൂസ്റ്റർ പാഡ് ഇതിൻ്റെ അകത്ത് ഇങ്ങനെ വെച്ചിട്ട് ബേസിക്കിൻ്റെ അകത്ത് വെച്ചിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കുറേ ടൈം ലാസ്റ്റ് ടൈം ഒരു 4 hours ഒക്കെ വെക്കാൻ പറ്റും. അതിൽ കൂടുതൽ എന്തായാലും വെക്കണ്ട കേട്ടോ, നല്ലതല്ല. ബേസിക്കിൻ്റെ പാഡിനേക്കാളും ഇത് കുറച്ചുകൂടെ കട്ടി കൂടുതലാണ്. അതായത് ഹെവി ആയിട്ട് ഫീൽ ചെയ്യുന്നല്ല, നല്ല ഒരു സോഫ്റ്റ് മെറ്റീരിയലാണ്. കുട്ടികൾക്ക് യൂസ് ചെയ്യാൻ നല്ലതാണ്. ഇൻഫെക്ഷൻ കാര്യങ്ങളൊന്നും പേടിക്കാനൊന്നുമില്ല. പിന്നെ ഇതിങ്ങനെ ഒരുപാട് ഇതാക്കിയിട്ട് വാഷ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഇതിൻ്റെ ക്ലോത്ത് വെലിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചിട്ട്, അതുപോലെ ഒരുപാട് ടൈം ഇത് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കാനും പറ്റില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് വാഷ് ചെയ്യുന്നതും കുറച്ച് കെയർ ചെയ്തിട്ട് ചെയ്യുക. വേറെ ഇതിനെ കൊണ്ട് പ്രത്യേകിച്ചൊന്നുമില്ല. ഞാനിപ്പോൾ 6 മാസമായി. 6 മാസമല്ല, കുട്ടിക്ക് 2 മാസമുള്ളവരെ വാങ്ങിച്ചതാണ്. ഇപ്പോൾ കുട്ടിക്ക് 6 മാസമായി. അപ്പോൾ ഇതുവരെ യൂസ് ചെയ്യുന്നുണ്ട്, ഇന്നും ഉപയോഗിച്ചിട്ടുണ്ട്. നല്ലതാണെന്ന് എനിക്ക് പറയാനുള്ളത്. പിന്നെ ക്ലീൻ ചെയ്യുന്ന കാര്യത്തിൽ ഇതുകൂടെ ടോപ്പ് ഷീറ്റും കൂടെ വെച്ചാൽ എളുപ്പത്തിൽ ക്ലീൻ ചെയ്യാൻ പറ്റും. ഞാൻ ടോട്ടൽ ഇതിന് പേ ചെയ്തത് 2000 rupees. അതായത് 1600 രൂപക്ക് ഇതിൻ്റെ കോംബോ പാക്ക് വാങ്ങിച്ചിട്ട് അതിൻ്റെ കൂടെ എക്സ്ട്രാ ഈ ഒരു 2 പാഡും കൂടി വാങ്ങിച്ചു. അതിന് വേണമെങ്കിൽ കൂടുതൽ എക്സ്ട്രാ വാങ്ങിക്കുന്നത് നല്ലതാവും. യൂസ് ചെയ്യാൻ വാഷ് ചെയ്തിട്ടൊക്കെ വരുമ്പോഴേക്ക് എനിക്ക് യൂസ് ചെയ്യാൻ കുറേ അധികം അത്ര ഉണ്ടാകുന്ന അത്ര എളുപ്പമാണ്.
മന്ത്ലി ചൂടുവെള്ളത്തിലൊക്കെ വാഷ് ചെയ്ത് നന്നായി കെയർ ചെയ്തിട്ട് യൂസ് ചെയ്യുക. നല്ല കോട്ടനാണ്. പ്രത്യേകിച്ച് വേറെ ഇൻഫെക്ഷനും കാര്യങ്ങളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല, നല്ലതായിട്ട് തോന്നിയിട്ടില്ല. പിന്നെ ഇത് വരുന്നത് ന്യൂ ബോൺ മുതൽ യൂസ് ചെയ്യാൻ പറ്റും. അതായത് ഡ്രിം മസ്റ്റ് ആയതുകൊണ്ട് തന്നെ കുട്ടിക്ക് അങ്ങനെ ഹെവി ആയിട്ടൊന്നും ഫീൽ ചെയ്യൂല, അത്രയും ചെറുതാണ്. ഇതുപോലെയല്ല, ഇത് 3 മാസം മുതലേ ഉപയോഗിക്കാൻ പറ്റും, 3 വയസ്സ് വരെ. ഇതിൽ ബട്ടൺസ് വരുന്നതുകൊണ്ട് തന്നെ എന്താണ്, ഇതിങ്ങനെ ബട്ടൺസ് ചെയ്യാനൊന്നുമില്ല. അതും അത്രയും ചെറുതാണ്. 3 വയസ്സ് വരെ ഈ കുട്ടികൾക്ക് യൂസ് ചെയ്യാൻ പറ്റും എന്ന് പറയുമ്പോൾ അത്രയും നല്ല കംഫർട്ടായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്. നല്ല സോഫ്റ്റാണ്. വാഷ് ചെയ്യാനാണെങ്കിലും പൂപ്പ് ചെയ്താൽ എളുപ്പത്തിൽ, ഇത്രയും നാളെ യൂസ് ചെയ്തിട്ട് ഇതിൽ കറയൊന്നും പിടിച്ചിട്ടില്ല. ആ ഒരു ടൈമിൽ തന്നെ, അപ്പോൾ തന്നെ അവിടെ വെക്കാൻ പറ്റില്ല, ആ ഒരു ടൈമിൽ തന്നെ വാഷ് ചെയ്യണം. അതേപോലെ സ്മെല്ലിന് വേണ്ടിയിട്ടുള്ള സംഭവങ്ങളൊന്നും, അതായത് ഈ കംഫർട്ട് പോലത്തെ സംഭവങ്ങളൊന്നും യൂസ് ചെയ്യാതിരിക്കുക. എനിക്കും ആദ്യം കൺഫ്യൂഷൻ ആയിരുന്നു. ഇത് 2 പ്രൊഡക്റ്റ് കണ്ടു, അപ്പോൾ ഇതിന് 600 ഉള്ളൂ, ഇതിനാണെങ്കിൽ ഇത് 2 എണ്ണത്തിന് 600, ഇത് ഒരു പീസിന് ഒരു ഡയപ്പറിന് തന്നെ 800 ആ ഒരു റേറ്റ് വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് കൺഫ്യൂഷൻ ആയിട്ട് ആദ്യം ഞാനിത് പർച്ചേസ് ചെയ്തു, 600 രൂപയ്ക്ക് 2 എണ്ണം. പിന്നെ അയ്യോ ഞാൻ വാങ്ങിയിട്ട് പെട്ടുപോയെന്ന്. കുറേ വീഡിയോയിൽ റിവ്യൂ കണ്ടിട്ടാണ് വാങ്ങിച്ചത്. അപ്പോൾ എല്ലാവരും നല്ലതാണ്, ഒരുപാട് മണിക്കൂർ നിൽക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ഇത് യൂസ് ചെയ്തിട്ട് തീരെ ശരിയായിട്ടില്ല എന്ന് തോന്നി. അപ്പോൾ പിന്നെയാണ് എനിക്ക് മനസ്സിലായത് ഇത് രണ്ട് വേറെ വേറെയാണ്. അപ്പോൾ ഇത് ട്രിമ്മസ്റ്റ് ആയിട്ടുള്ള പുതിയ വേർഷൻ. അപ്പോൾ ഇത് രാത്രിയിലൊക്കെ യൂസ് ചെയ്യാൻ ഇതാണ് യൂസ് ചെയ്യുന്നത്, ഇത് മോർണിംഗിൽ യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ രണ്ടും നമുക്ക് മാറി മാറി യൂസ് ചെയ്യാം. ഞാനിപ്പോൾ രാത്രി യൂസ് ചെയ്യാത്തതുകൊണ്ട് തന്നെ ഇത് രാവിലെയോ അപ്പുറയോ ഏതാണ് വാഷ് ചെയ്തിട്ട് ഉണങ്ങി കിട്ടുന്നത് അതിനനുസരിച്ചിട്ട് അങ്ങനെ രണ്ടും മാറി മാറി യൂസ് ചെയ്യുന്നതാണ്. സേഫായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പ്രൊഡക്റ്റാണ് സൂപ്പർ ബോട്ടത്തിൻ്റെ. പ്രൊമോഷനായിട്ടുള്ള വീഡിയോ ഒന്നുമല്ല, പെയ്ഡ് പ്രൊമോഷൻ ഒന്നുമല്ല, ഇതെൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ്. എൻ്റെ മോനിക്ക് യൂസ് ചെയ്തിട്ടുള്ള നല്ലതായിട്ട് തോന്നിയോണ്ട് മാത്രമാണ് നിങ്ങളിലേക്ക് ഇത് പറയുന്നത്. അല്ലെങ്കിൽ ഒരിക്കലും ഞാനിത് റിവ്യൂ ചെയ്യില്ല, അത്രയും നല്ലതായതുകൊണ്ട് മാത്രമാണ് ഈ റിവ്യൂ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് യൂസ് ചെയ്ത് നോക്കുക. ഉപയോഗിച്ചിട്ട് നല്ലതായിട്ട് തോന്നിയവരുണ്ടെങ്കിൽ, ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, എന്താണ് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.